ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത് 32-ാം സങ്കീർത്തനത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ ധ്യാനിച്ചു. അതിനകത്ത് പ്രത്യേകിച്ചും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഒരു മനുഷ്യൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തോട് പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം പാപം ക്ഷമിച്ചു. അപ്പോൾ ദാവീദിന് സന്തോഷമായി, മനസ്സിന് സമാധാനമായി. അപ്പം ദൈവവുമായിട്ടിനി കൂടുതൽ ബന്ധം പുലർത്താം, കർത്താവിനോട് കൂടുതൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യാം എന്നുള്ള ഓരോ കാര്യങ്ങൾ ദാവീദ് സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുന്നതാണിത്. അപ്പോൾ പിന്നെ പറയുന്നത് ഇത് നിമിത്തം ഈ പാപക്ഷമ ലഭിച്ചത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പം കാരണം പാപക്ഷമ ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യമുണ്ട്, ദൈവസന്നിധിയിൽ നിൽക്കാം. അപ്പോൾ പെരുവെള്ളം ഇരച്ചു വന്നാലൊന്നും പേടിക്കാനില്ല. ദൈവം തനിക്ക് മറവിടമാണ്, കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം അവർക്കുണ്ട്. ഇതെല്ലാം പറഞ്ഞു. അതുതന്നെയുമല്ല, പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ഉപദേശിച്ച് വഴി നടത്തും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നീട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. എന്താ അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ, ഈ 2 മൃഗങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ അത് ആരുടെ നിയന്ത്രണത്തിൽ അത്ര പെട്ടെന്നൊന്നും വരികയില്ല. അപ്പോൾ അതിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്? അതിൻ്റെ പുറത്ത് സവാരി ചെയ്യേണ്ട ആൾ അതിന് മുഖപ്പട്ടയിടും. മുഖപ്പട്ട എന്ന് വെച്ചാൽ മൂക്ക് കയറിടും, അതായത് ലഗാമ, കടിഞ്ഞാണ് ഇതൊക്കെ ഇടും. പക്ഷേ ഈ കടിഞ്ഞാണൊക്കെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് വിട്ട് വലിക്കുമ്പോൾ അതിൻ്റെ മൂക്ക് അല്ലെങ്കിൽ ആ മുഖത്തിന് വലിയ വേദനയുണ്ടാകും. അപ്പോൾ ഇതനുസരിച്ചില്ലെങ്കിൽ ഈ മൂക്ക് കയറിട്ട് വലിക്കുമ്പോൾ ഇത് മുന്നോട്ട് ഓടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്താ ഇതുമായിട്ട് താരതമ്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ദാവീദിൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ബേർഷേബയുമായിട്ട് പാപം ചെയ്തു, ഊരിയാവിനെ കൊന്നു. എന്നിട്ടും തെറ്റാന്നൊക്കെ മനസ്സിലായി, അറിയാം. കാരണം ദൈവമായിട്ട് എപ്പോഴും പ്രാർത്ഥനയിലും സ്തുതിഗീതങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് മനസ്സിലായില്ല? കാരണം കണ്ണടച്ചു കളഞ്ഞു. തൻ്റെ ആ പാപത്തിൻ്റെ ആ ദിശയിലേക്ക് നോക്കിയിട്ട് സ്വയം നീതീകരിച്ചായിരിക്കും. മാസങ്ങൾ കടന്നുപോയി, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ഇത് പാപമാണെന്ന് മനസ്സിലാകത്തക്കവണ്ണം കർത്താവ് നാഥാൻ പ്രവാചകനെ അയക്കുന്നു. നീ പാപം ചെയ്തു, ഇത് ദൈവം ക്ഷമിക്കുകയില്ല, ദൈവം കോപിക്കും എന്ന് പറയുമ്പോൾ ദാവീദ് അനുതപിക്കുന്നു. എങ്കിൽ തന്നെയും അവിടെ ഒരു ശിക്ഷ നടക്കുന്നുണ്ട്. ശിക്ഷ എന്താണ്? ആ കുഞ്ഞിനെ ദൈവം ബാധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് 2 ശമൂവേൽ 12-ാം അധ്യായത്തിൽ. ആ ജനിച്ച കുഞ്ഞിനെ ദൈവം ബാധിച്ചു. അപ്പോൾ ആ കുഞ്ഞിന് വലിയ അസുഖമുണ്ടായി. ദാവീദ് ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ദൈവം മുൻപാകെ കരയുകയാണ്. ഇത് വാസ്തവത്തിൽ ഒരു ആ മൃഗത്തിൻ്റെ മൂക്കിൽ കൂടെ കയറിട്ട് വലിക്കുന്നത് പോലെയുള്ള ഒരു ശിക്ഷയാണ് കൊടുത്തത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ മുൻപാകെ കുറ്റം ഏറ്റുപറഞ്ഞ് ദാവീദ് ക്ഷമ ചോദിക്കുന്നത്. നെടുമ്പാടും വീണ് കിടന്ന് കരയുകയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട്. പക്ഷേ ദൈവം അവിടെ ആ കുഞ്ഞിനെ ബാധിച്ചു, ആ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് ഈ ശിക്ഷ വന്നു? കാരണം ഈ മൃഗങ്ങളെ പോലെ വാശി പിടിച്ച് താൻ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് കുറേ മാസങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് ദൈവം ആ ശിക്ഷ കൊടുക്കുന്നത്. എന്നാൽ പിന്നീട് ദാവീദിന് ബേർഷേബയിലുണ്ടായ മകനാണല്ലോ
ശലോമോനാണല്ലോ പിന്നെ രാജാവാകുന്നതുമൊക്കെ, അതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നാലും ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും പറയുകയാണ്, നിങ്ങൾ ആ മൃഗങ്ങളെ പോലെ വാശി പിടിച്ച് സ്വയം നീതീകരിച്ചിരിക്കരുത്. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് നിങ്ങൾ പാപം ചെയ്തുവെന്ന് ബോധ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളണം? അനുതപിച്ചു കൊള്ളണം. കാലതാമസം ഉണ്ടാക്കരുത്. കാലതാമസം ഉണ്ടാക്കിയാൽ ശിക്ഷ വരും. കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്? തക്ക സമയത്ത് നാം അനുതപിച്ചു കൊള്ളണം. നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് ദൈവം മുൻപാകെ വീണ് കരയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു പാപക്ഷമ ലഭിക്കുന്നത്. പാപക്ഷമ ലഭിച്ചാൽ മാത്രമേ ദൈവവുമായിട്ട് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ബന്ധം വയ്ക്കാനൊക്കുകയുള്ളൂ. അപ്പോഴാണ് ഉല്ലാസഘോഷങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. ഹൃദയപരമാർത്ഥത എപ്പോഴാണ് വന്നത്? പാപക്ഷമ ലഭിച്ചപ്പോഴാണ്. ക്ഷമ ലഭിക്കുമ്പോഴാണ് കർത്താവിൻ്റെ നീതി നമുക്ക് ലഭിച്ച് നാം നീതിമാന്മാരായി തീരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.